കൊച്ചി കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് വേട്ടയിൽ റിപ്പോർട്ട് നൽകി സാങ്കേതിക സർവകലാശാല വിഭാഗം. കോളേജ് ഹോസ്റ്റലിലേക്ക് പുറത്തുനിന്ന് ആർക്കും എളുപ്പത്തിൽ കയറാമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ലഹരി ഉപയോഗത്തെക്കുറിച്ച് 1.5 മാസം മുമ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകിയെന്ന് കോളേജ് അധികൃതർ മൊഴി നൽകിയിട്ടുണ്ട്. അതിനിടെ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ സാക്ഷികളാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഈ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികൾ സാക്ഷികളാകാൻ പോകുന്നു. ഈ സാങ്കേതിക സർവകലാശാലയുടെ റിപ്പോർട്ടിലാണെങ്കിൽ അനായാസം ക്യാമ്പസിനകത്തേക്ക് പുറത്തുനിന്നുള്ള ആളുകൾക്ക് എത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. വിശദാംശങ്ങൾ എന്താണ് വിഷ്ണു സുരേഷ്? ഈ സംഭവം നടന്ന പോലീസ് അന്വേഷണമൊക്കെ നടത്തിയ 2ാം ദിവസമാണ് സാങ്കേതിക സർവകലാശാലയുടെ ജോയിന്റ് സെക്രട്ടറി പരിശോധന നടത്തിയത്. പരിശോധനയിൽ ചില മൊഴികളൊക്കെ ലഭിച്ചിരുന്നു. അധ്യാപകരുടെയും അതോടൊപ്പം വിദ്യാർത്ഥികളുടെയും മൊഴികളാണ് എടുത്തത്. അതിനൊപ്പം തന്നെ ഈ കോളേജ് ഹോസ്റ്റൽ ഇരിക്കുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തേക്ക് എളുപ്പത്തിൽ പുറത്തുനിന്ന് ആളുകൾക്ക് വരാനാകും എന്നൊരു പ്രധാനപ്പെട്ട കണ്ടെത്തലുമുണ്ട്. ഏകദേശം 1 മാസം മുൻപ് തന്നെ ഈ കോളേജ് ഹോസ്റ്റലിലെയും കോളേജിലെയും ഒക്കെ ലഹരി വിപണനത്തെ കുറിച്ച് കൃത്യമായ വിവരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കോളേജ് അധികൃതർ കൈമാറിയിട്ടുണ്ടെന്നൊരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിൽ ഈ വിശദാംശങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു. പുറത്തുനിന്ന് ആളുകൾ വരുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു പോലീസിന്റെ പരിശോധന. പിന്നീട് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ മേൽ ഈ തുടർ നടപടികളൊക്കെ ഉണ്ടാകും. കോളേജ് ഹോസ്റ്റലിലെ സുരക്ഷാ വകുപ്പിന് അടക്കമുള്ള നടപടിയിലേക്ക് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി പോലീസ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ ഇതിൽ ഈ കുറെ പേര്, ഈ അനുരാജ് എന്ന് പറയുന്ന ആളാണ്, ഹോസ്റ്റലിലുണ്ടായിരുന്ന ആളാണ് ഇത് ഏകോപിപ്പിച്ചത്. ഈ പണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തിയത്. 16,000 രൂപ അയാളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ആ പണം കൈമാറിയ വിദ്യാർത്ഥികളെ പ്രതികളാക്കേണ്ടതില്ല, അവർ സാക്ഷികളാക്കിയാൽ മതി എന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അത് അവരുടെ ഭാവിയും ഒക്കെ ഓർത്താണ് അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തെറ്റ് തിരുത്താൻ ഒരു അവസരം കൂടി എന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. അവർ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ലഹരി കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ടോ ഒരു തെളിവുകളും അന്വേഷണ സംഘത്തിന്റെ പക്കലില്ല. പണം കൈമാറിയെന്ന അനുരാജിന്റെ മൊഴി മാത്രമാണുള്ളത്. ബാങ്ക് ഡീറ്റെയിലും മൊഴി മാത്രമാണുള്ളത്. ബാങ്ക് ഡീറ്റെയിൽ മാത്രമാണുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവരെ പ്രതി ചേർക്കേണ്ടതില്ല, സാക്ഷികളാക്കിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പ്രതികൾ, അതായത് നേരത്തെ പിടിയിലായ ഈ കോളേജ് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ വാങ്ങാനും തീരുമാനമായിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.